ഹായ് ഫ്രണ്ട്സ്, അനുമോളുടെ വിശേഷങ്ങൾ തീരുന്നില്ല. ഒരു യൂട്യൂബർ പുറത്തുവിട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അയാൾ പരസ്യമായി യൂട്യൂബിൽ അയാളുടെ ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അയാൾ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അനുമോൾ ആർക്ക് എന്തൊക്കെ കൊടുത്തു എന്നുള്ള തെളിവ് അയാളുടെ കയ്യിലുണ്ട് എന്ന് പറയാനാണ് ഒരു കണക്ക് വിട്ടിരിക്കുന്നത്. അതിൽ കുറേ പേരുടെ പേരിൽ കുറേ ആരോപണങ്ങളും അയാൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ എന്നറിയില്ല. അയാളുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഉള്ള ഉന്നയിക്കലാണ്. അപ്പോൾ ഈ ഉന്നയിച്ച ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ വന്ന് ഇതിനെതിരെ ചെയ്യുമ്പോഴാണ് ശരിയാണോ തെറ്റാണോ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ ഉന്നയിച്ച കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അത് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത് അയാളുടെ ചാനലിൻ്റെ പേര് ഞാൻ അവസാനം പറയാം. അയാൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയാം. അപ്പോൾ അയാൾ പറയുന്നത്, ഈ വിനു കൊടുത്ത കണക്കനുസരിച്ചിട്ട് സമ്മർ മീഡിയ എന്ന് പറഞ്ഞൊരു ചാനൽ, ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ചാനലാണ്, ഏറ്റവും നല്ല മുന്തി ചാനലാണ്. ആ ചാനൽ 5 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയാനും മോളെ ഉയർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ രാജ് ടോക്സ് എന്ന് പറയുന്നത് 2 ലക്ഷം മേടിച്ചു എന്ന് പറയുന്നുണ്ട്. അതുൽ വ്ളോഗ്സ് 50,000 രൂപയാണ് മേടിച്ചത്. ഇവരുടെയൊക്കെ ചാനലിൽ അനുമോളെ കുറേ പുകഴ്ത്തിക്കൊണ്ട് പാടിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ലക്ഷം രൂപ കിട്ടും എന്നാണ് ഈ യൂട്യൂബർ പറയുന്നത്. യൂട്യൂബറിൻ്റെ പേര് ഞാൻ പറയാം, നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ. മെഡിക്കൽ കോളേജിൽ ഇതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അയാൾ പറയുന്നുണ്ട്. അതും ഈ തെളിവിലുണ്ടെന്നാണ് അയാൾ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ കുറേ പയ്യന്മാരെ ജോലിക്കായി വിടുകയാണ്. ഈ പയ്യന്മാർക്കുള്ള ചിലവും പൈസയും ഒരു ഡെയിലി ഇത്ര പൈസ വെച്ചിട്ട് മെഡിക്കൽ കോളേജിലുള്ള അവിടെ എടുക്കുന്ന രോഗികളെന്നും അവിടെ നിൽക്കുന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരെന്നൊക്കെ ഈ മറ്റേ സാധാരണ ഫോണാണ് ഉണ്ടാവുക, വിളിക്കാൻ പറ്റുന്ന ഫോൺ. അപ്പോൾ അവരുടെ സിമ്മ് മേടിച്ചിട്ട് ഇവരുടെ ഫോണിൽ ഇട്ടിട്ട് വോട്ട് ചെയ്യിക്കുക. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് അവർക്ക് പോയി കൊടുക്കുക. ഇങ്ങനെയും അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ശരിക്കുള്ള ആൻഡ്രോയിഡ് ഫോണുള്ളവരെ കയ്യിൽ നിന്ന് വോട്ട് ചെയ്യിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിന് വേണ്ടി അത്യാവശ്യം പൈസ ചിലവിട്ടു എന്നാണ്. ആ പൈസയുടെ എമൗണ്ടൊക്കെ ശരിക്കും പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും PR എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നാണ് അർത്ഥമാക്കുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആ പൈസയുടെ കണക്ക്. ഹോസ്പിറ്റലിൽ 38,500 രൂപ ആൾക്കാർക്ക് വേണ്ടി ചിലവിട്ടു എന്നാണ് പറയുന്നത്. റീചാർജ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഇങ്ങനെ സിം ഇടാനൊക്കെ കൂടിയിട്ട് കേട്ടോ. എനിക്കിതൊക്കെ ആയിട്ട് ചിരിയാ വരുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഈ മറ്റേ ചാനൽസൊക്കെ വന്ന് തിരിച്ച് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കെതിരെയാണല്ലോ ഈ പയ്യൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരുടെ കയ്യിലാണ് ശരി തെറ്റ്. അവർ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നില്ല, മേടിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ തെളിവ് വെച്ചിട്ടാണ് പറയുന്നതെന്ന് പറയുന്നു. അതുപോലെ ഹോസ്പിറ്റലിൽ 38,500 രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ അനുമോളുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കമൻറ്റ്, നല്ല കമൻറ്റ്, അനുമോൾ സൂപ്പർ, അനുമോൾ നല്ലത്, ലവ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് 12,800 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അതിലൊരു പ്രത്യേക ഗാങ്ങിനെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ 12,800 രൂപയ്ക്ക് ആ ഗാങ് ഫുൾ ഒരു 100, 200, 500 ഒക്കെ ഒരൊറ്റ കമൻറ്റ് ഒറ്റയടിക്ക് വരും. അങ്ങനെ അതുപോലെ റീചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി 15,550 രൂപ ചിലവായി എന്നും പറയുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ചാനലുകളുണ്ടല്ലോ, ചെറിയ ചെറിയ ചാനലുകൾ, അധികം പൊട്ടിമുളച്ച ചെറിയ അവർക്കൊക്കെ 2,50,000 രൂപ ചിലവാക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ആന്ധ്ര, തമിഴ്നാട്, ഹിന്ദി പറയുന്ന കുറേ നാടുകൾ, ഇവർക്കൊക്കെ കൂടിയിട്ട് ഒരു 3 ലക്ഷം രൂപ കൊടുത്തു എന്ന്, അവിടെ നിന്നും കുറേ വോട്ട് മറിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. വിനു ആകെ കൂടി 4 ലക്ഷം മേടിച്ചെന്ന്. അത് മൊത്തം 16 ലക്ഷത്തി സംതിങ് ആണ് അനുമോൾക്ക് കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ ഇത് കണ്ട് ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയധികം ചിലവാക്കിയെന്ന് ചോദിച്ചു ഇത്രേ. അപ്പോൾ വിനു പറഞ്ഞത്, അല്ലെങ്കിൽ നീ 50 ദിവസം കഴിഞ്ഞാൽ ഔട്ടായി പോയേനെ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടാണ്. കാരണം വീട്ടുകാർ പറഞ്ഞു എങ്ങനെയും അവളവിടെ പിടിച്ചു നിർത്തണം, അവൾക്ക് സമ്മാനം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്നത്. പക്ഷേ വിനു ഇത്രയൊക്കെ ചെയ്ത് 4 ലക്ഷം മേടിച്ചിട്ടുള്ളൂ എന്ന് ഈ പയ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വരുന്നു. അപ്പോൾ ഈ പയ്യൻ ചോദിച്ചു, ഈ പയ്യനാകെ എത്ര 50,000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉള്ളത്. അപ്പോൾ ഈ പയ്യൻ ചോദിച്ചു ഇത്രേ, എന്തിനാണ് ഇത്രയും ചെറിയ ആളെടുത്ത് ഈ വീഡിയോ ഒക്കെ അയച്ചു തന്നിരിക്കുന്നത്, നിങ്ങൾ ഈ സംഭവം തെളിവുകളൊക്കെ അയച്ചു തന്നത്, ഈ തെളിവുകൾ അയച്ചു കൊടുത്ത വ്യക്തിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇത് അയച്ചു കൊടുത്താൽ അവരിത് സ്വീകരിക്കുന്നില്ല. കാരണം വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ പേജുകളാണ് ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വേറെ വലിയ യൂട്യൂബേഴ്സ് ഇത് സ്വീകരിക്കുന്നില്ല. അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോലെ, സബ്സ്ക്രൈബേഴ്സ് തെറി വിളിക്കും, കമൻറ്റ് വരും, അതുകൊണ്ട് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് ഈ പയ്യൻ അയച്ചു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ ഈ പയ്യൻ ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ അടുത്ത വർഷം ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറാൻ നോക്കും. ഞാൻ കയറിക്കഴിഞ്ഞാൽ വിനുവിൻ്റെ PR ആണോ ജയിക്കുക, ഞാനാണോ ജയിക്കുക നോക്കാം. എന്തായാലും ഞാൻ ഇറങ്ങി പോകുന്നുണ്ട്. വിനുവിൻ്റെ PRനെ തലേ ആഴ്ചയിൽ ഞാൻ ഇറക്കി വിട്ടിട്ടേ പിന്നത്തെ വീക്കിൽ ഞാൻ ഇറങ്ങി പോവുകയുള്ളൂ. ഞാൻ അവനോട് വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് ഈ പയ്യൻ ഈ സംഭവം അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പയ്യൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അൽത്തു വ്ളോഗ്സ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ, യൂട്യൂബ് ചാനലാണ് ഈ സംഭവം.
പറഞ്ഞിരിക്കുന്നത്. ഈ പയ്യനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തെളിവ് സഹിതം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിവിലേക്ക് ഇത് എത്തിച്ചു. ഇതെന്താണ് സംഭവം, റിയാലിറ്റി എന്താണ്. എന്തായാലും അനുമോൾ PR കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ ഈ ചാനലുകളൊക്കെ ഉൾപ്പെട്ടതാണോ നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ PR കൊടുക്കുന്ന സംഭവം അത്ര നന്നല്ല. മറ്റുള്ളവരെ കൂടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു കരച്ചിൽ നാടകം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ മാത്രം ഉയർത്തി കാണിക്കുക, മറ്റുള്ളവരൊക്കെ താഴ്ത്തി കാണിക്കുക അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ഇവരിതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇത്രയും ആരോപണങ്ങൾ ആ പയ്യെ നടത്തിയിട്ടും ഈ വലിയ വലിയ ചാനൽസ് ഒന്നും പ്രതികരിച്ചിട്ടില്ല. സീസൺ 1 തൊട്ടുള്ള ചാനൽസാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ. അപ്പോൾ ആ ചാനലൊക്കെ സീസൺ 1 തൊട്ട് ഞാൻ നന്നായിട്ട് കാണാറുള്ള ചാനലുകളാണ്. പക്ഷെ അവരൊന്നും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അറിയുന്നില്ല. വരും ഒരു പ്രതികരിക്കും, നമ്മൾ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.